നമ്മൾ 4 മണി പലഹാരത്തിനായിട്ട് ഉണ്ടാക്കുന്നത് കായപ്പാണ്. അതിന് ഒരു ബൗൾ നിറയെ ഗോതമ്പ് പൊടി, 2 കായ നേന്ത്രപ്പഴത്തിലാണ് ചെയ്യുന്നത്. പാളയംകോട് ഉണ്ടെങ്കിൽ അതെടുക്കുക. സോഡാപ്പൊടി 3 സ്പൂണ്, 3 വലിയ സ്പൂണിന് പഞ്ചസാര, 3 ഏലക്കായ. ഇനി നമുക്കിത് മിക്സാക്കിയെടുക്കാം. പഴം, പഞ്ചസാര, ഏലക്കായ ഇത് നന്നായിട്ട് അരച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കാം. സോഡ പൊടി, ഒരു നുള്ള് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം പോരെങ്കിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഇതേപോലെ ഉരുളിയാക്കി വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഉരുളെടുത്തിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് ഇടാൻ പാടുള്ളൂ. ഇതേപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ചിട്ട് ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതി. ഞാൻ പഞ്ചസാര ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിത് കോരിയെടുക്കാം. ഞാൻ ചെറിയ കായപ്പാണ് കേട്ടോ ഉണ്ടാക്കിയത്. ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ. നല്ല അടിപൊളി കായപ്പം നമുക്ക് റെഡിയായി. ചായ, കാപ്പി, കട്ടൻ ഇവയ്ക്കൊപ്പം കൂട്ടി കഴിക്കാൻ നല്ലതാണ്. താങ്ക് യു.